അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖനാവണം എന്ന് കാണിക്കുകയാണ്. കണ്ണുകളഞ്ചു മുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. 5 കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഇത് വിഷയങ്ങളുടെ പിന്നാലെ പോവാതെ ഉള്ളിലേക്ക് തിരിച്ചാൽ മാത്രമേ അവർക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നായാട്ടാണ്. കണ്ണ് വിഷയത്തിൻ്റെ പിന്നാലെ, കാഴ്ചയുടെ പിന്നാലെ പോണു മതിയായിട്ടില്ല. ചെവി ശബ്ദങ്ങളുടെ പിന്നാലെ പോണു മതിയായിട്ടില്ല. മൂക്ക് ഗന്ധത്തിൻ്റെ പിന്നാലെ, നാവ് രസത്തിൻ്റെ പിന്നാലെ എന്ന് തൃപ്തിയാവും എന്നാണ്. അപ്പോഴേക്കും നമ്മൾ പോവുകയും ചെയ്യും. എന്നിട്ട് മതിയായിട്ടുമില്ല. അതല്ലേ അവസ്ഥ. ഒക്കെ നിർത്തി ഉള്ളിലേക്ക് തിരിയൂ. ഇവിടെ ഇരിക്കുന്നുണ്ട് രമണൻ. സന്തം സമീപേ രമണം രതിപ്രദം. ഈ ആനന്ദസ്വരൂപനെ വിട്ട് മറ്റു വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ എങ്ങനെ സുഖം ഉണ്ടാവും? ഇത് തിരിച്ചറിഞ്ഞ യോഗീശ്വരന്മാർ പുറമേക്ക് പോവില്ല, ഉള്ളിലേക്ക് തിരിയും. അതാണ് ആമ കാണിച്ചിരുന്ന പാഠം. വിഷയങ്ങളുടെ പിന്നാലെ പോവാതിരിക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഉയർച്ച ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് വേറൊരാളെ ഉയർത്താനും സാധിക്കുള്ളൂ. ഇതാണ് ആമയായിട്ട് വരാൻ കാരണം. പർവ്വതം പൊന്തിച്ചു, അതവിടെ നിങ്ങോട്ട് കടയാൻ നോക്കി. ദേവന്മാർക്കോ അസുരന്മാർക്കോ സാധിക്കുന്നില്ല. ഭഗവാൻ അജിതനായിട്ട് വന്നങ്ങോട്ട് കടഞ്ഞു. കടഞ്ഞ സമയത്ത് ആദ്യം എന്തേ ഉണ്ടായി? വിഷം. കലക്കിയാൽ ആദ്യം ചളിവെള്ളമല്ലേ ഉണ്ടാവുക. അതങ്ങോട്ട് പൊന്തി വന്നു. എന്തു ചെയ്യും? ആരെ ആശ്രയിക്കും? ഭഗവാൻ പറഞ്ഞു, അത് ഡിപ്പാർട്ട്മെൻറ്റ് ശിവനാണ്. മഹാദേവൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. അവരോട് ചെന്നു, പരമശിവൻ്റെ അടുത്ത് ചെന്നു, രക്ഷിക്കണമെന്ന് പറഞ്ഞു. മഹാദേവന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പൊന്തി വരുന്ന ദുഷിച്ച ചിന്തകളിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? ആ ചിന്തകൾക്കും പിന്നിലിരിക്കുന്ന ശിവനെ മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം. ഇതാണ് ദുഷിച്ച ചിന്ത ഒഴിവാക്കാനുള്ള വഴി. ചിന്ത വരട്ടെ, അത് ഞാനല്ല. എന്താണ്? ചിന്ത ഞാനാവുമോ? ചിന്ത വന്നോട്ടെ, നമ്മളതിൻ്റെ പിന്നാലെ പോകാണ്ടിരുന്നാൽ മതി. ചിന്ത വരട്ടെ, പോവട്ടെ. നമ്മളതിനെ താലോലിക്കാൻ നിൽക്കുമ്പോഴാണ് അത് വർദ്ധിക്കുക, അല്ലേ? ഒരാൾ വന്നാൽ നമ്മൾ അയാളെ മൈൻഡ് ചെയ്യുമ്പോഴാണ് അയാൾ അവിടെ ഇരിക്കുക. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാലോ? നമ്മൾ മൈൻഡ് ചെയ്യണമല്ലേ. 2 ദിവസമൊക്കെ വരും, പിന്നെ അത്രയ്ക്ക് ഗതി കെട്ടാലൊക്കെ വരുള്ളൂ. ഒരു വിധാനം പിന്നെ അയാൾ വരില്ല. നമ്മൾ ചിന്ത വരുമ്പോഴേക്കും നമ്മൾ താലോലിക്കുകയാണ്, അതിനെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. നമുക്ക് വലിയ ഇഷ്ടമാണ് ഓർക്കാൻ. എന്തിനാ അങ്ങനെ ഓർക്കണു? എന്തിനാ അതന്നെ ചിന്തിക്കണം? അതന്നെ പറയണത് എന്തിനാ? അത് മറന്നേക്കൂ, ആ കാര്യം വിട്ടേക്കൂ. മനസ്സിനെ വേദനിപ്പിച്ച വിഷയം പിന്നെ പറയരുത്, മിണ്ടരുത്, ചിന്തിക്കരുത്. അത്രയേ ഉള്ളൂ. നല്ല ചിന്തിക്കാനുണ്ടല്ലോ. ഭാഗവതം ചിന്തിച്ചോളൂ, ഈശ്വര കഥകൾ ചിന്തിക്കൂ. അതല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ അങ്ങനെയല്ലേ ചെയ്യുക. മിഠായി ആണെങ്കിൽ വായിൽ വെച്ച് ഇങ്ങനെ ഇരിക്കില്ലേ? നല്ല ചോക്ലേറ്റ്, ഡയറി മിൽക്ക് കഴിയരുതേ കഴിയരുതേ, അല്ലേ? പാരസെറ്റമോളോ കഴിയരുതേ, അല്ലല്ലേ? അതല്ലേ കഴിച്ചു, തൊടാണ്ട് ഇറക്കുക. അതാണ് ആ വിവേകം. എന്താ ജീവിതത്തിൽ കാണിക്കാത്തത്? ജീവിതത്തിൽ തിരിച്ചാ. ഡയറി മിൽക്ക് കിട്ടിയാൽ പെട്ടെന്ന് കഴിക്കും, പാരസെറ്റമോൾ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. പഴയ 1986 തിരുമേനി വിട്ടേക്കു. ഇപ്പോൾ 2024 അസുഖമായിട്ടിരുന്ന് ഭാഗവതം കേൾക്കുന്നു. എന്താ നല്ല കാര്യങ്ങൾ? നമ്മളെ ഭഗവാൻ അനുഗ്രഹിച്ചത് എന്താ ഓർക്കാത്തത്? അത് കുറേ ഉണ്ടല്ലോ. അത്രയല്ലേ മറ്റത്. മറ്റതിൻ്റെ പ്രശ്നത്തിനുള്ളതുകൊണ്ടാണ് ഈ സുഖം നമ്മൾ അറിയണത്. കിട്ടുമോ? ദുഃഖത്തിൻ്റെ പശ്ചാത്തലം ഇല്ലെങ്കിൽ സുഖം എങ്ങനെ അറിയും? ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം എങ്ങനെ തിരിച്ചറിഞ്ഞു? മറ്റതുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അറിയോ? എന്നും സുഖമാണെങ്കിൽ വല്ലതും അറിയോ? അതിന് മധുരം കൂടുന്നത് ദുഃഖമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കൂ. ഭദ്രം കർണേഭിഃ ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ. അതാണ് ഈ ഭാഗവതമൊക്കെ കാണിച്ചിരുന്നത്. ഏതായാലും ആ വിഷം വന്ന സമയത്ത് ഈ ചിന്ത എനിക്കല്ല, അതാണ്. ഞാൻ ചിന്തയല്ല. നല്ലതോ ചിത്തതോ അതൊക്കെ വരട്ടെ പോട്ടെ, ഞാൻ അതിൻ്റെ പിന്നാലെ പോവില്ല. മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല. ഞാൻ ആരാ പിന്നെ? മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം. ഞാനാ മനസ്സല്ല. ദുഷിച്ച ചിന്തയൊന്നും ഞാനല്ല. ഞാനതിൻ്റെ പിന്നിലുള്ള ബോധമാണ്, ശിവനാണ്, ശവമല്ല ആണ്. ഇപ്പം നമ്മൾ ശവം എന്ന് ഓർത്തുകൊണ്ടിരിക്കുക അല്ല. ഞാൻ ശിവനാണ്, ഞാൻ പാപിയല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ, ഇത് ചിന്തിച്ചാൽ, അതാണ് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ. പരമശിവനെ ആശ്രയിച്ചു പറഞ്ഞാൽ ഇത് വിചാരം ചെയ്തു. കൈലാസം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഉന്നതി ആണ്. ഏകാദശ സ്കന്ധം പഠിക്കുക, അതാണെന്ത്? അതാണ് കൈലാസം കയറുക എന്ന് പറഞ്ഞാൽ താല്പര്യം. അപ്പോൾ ശിവനായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ ദുഷിച്ച ചിന്തകളെ അതിജീവിക്കാൻ പറ്റുള്ളൂ. വിഷത്തെ ഇല്ലാണ്ടാക്കാൻ ജ്ഞാനിക്കേ സാധിക്കുള്ളൂ. നല്ലൊരു ഗുരുവിന് മാത്രമേ സാധിക്കുള്ളൂ. ദക്ഷിണാമൂർത്തിക്കേ സാധിക്കുള്ളൂ ആണ്.